പല പ്രാവശ്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പല പ്രാവശ്യം അദ്ദേഹം പോയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ കണ്ടോൺമെൻറ് ഹൗസിൽ വന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. ഒറ്റയ്ക്കല്ല വന്നത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ചേർന്നാണ് അദ്ദേഹം. അവരൊരുമിച്ചാണ് വന്നത്. ശൂരൻ ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു. അതൊന്നും നിഷേധിക്കുന്നില്ല. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ അല്ലെങ്കിൽ വേറെ സ്ഥലക്കച്ചവടമൊന്നും ഇല്ലല്ലോ ഒരുമിച്ച്. എല്ലാം കേട്ടോ, എന്നെ വന്ന് കണ്ടിരുന്നു. അതൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരന്തരം കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അറിയിച്ചത്. ഇന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടായിരുന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹത്തെ ഇന്ന് UDF ഇതായിട്ട് എടുക്കുന്നുണ്ടെന്ന്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം 5:42 7:41 എന്നെ വിളിച്ചിരുന്നു. എന്നോട് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട്. ഇന്ന് രാവിലെ അദ്ദേഹം മാറിയത് എന്താണെന്നറിയില്ല. അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. അത് സത്യമാണ്. അസോസിയേറ്റ് മെമ്പറാക്കി അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് വേണ്ട. ഞങ്ങൾ ഒരു വിരോധമില്ല. അദ്ദേഹം നിരവധി പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്തും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയുടെ അടക്കം ഞങ്ങളത് ആദ്യത്തെ UDF യോഗത്തിൽ വെച്ചിട്ട് അവരെല്ലാവരോടും ചർച്ച ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഇന്ത്യയിലെ 2 ഘടകകക്ഷികളാണ് ഇങ്ങോട്ട് പോരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലാന്ന് എല്ലാ ഘടകകക്ഷികളും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അസോസിയേറ്റ് മെമ്പറായിട്ട് വെച്ചു. അസോസിയേറ്റ് മെമ്പറായിട്ട് വരാൻ അദ്ദേഹത്തിന് സൗകര്യമില്ല. അദ്ദേഹം വരണ്ട, അവരുടെ ഇഷ്ടമല്ല, അവരൊരു പാർട്ടിയല്ലേ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഇനി ഒരു അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാവരും അൻവറിൻ്റെ തന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അല്ലാതെ ഞങ്ങളായിട്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടെത്തിരാ. പിന്നെ ഞങ്ങളെല്ലാം കണ്ടതെന്തിനാ? പിന്നെ അതാണല്ലോ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചെന്തിന്. ഇന്നലെ വൈകുന്നേരം 5:42 7:41 എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനത് കോൾ റെക്കോർഡ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മൾ പറയുന്നത് UDF തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അസോസിയേറ്റ് മെമ്പർ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് UDF ഇന്ന് ഞങ്ങളെല്ലാവരും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചേക്കാൻ 3 പേരുടെ കാര്യം. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ എടുക്കുമെന്ന് പറഞ്ഞു. അസോസിയേറ്റ് മെമ്പറാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അറിയിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അറിഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അതിനും അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചു വന്ന് നിങ്ങളെ കാണുകയല്ലേ ചെയ്തു. അല്ല, അവർക്ക് അസോസിയേറ്റ് മെമ്പറാകാനോ UDF ആയിട്ട് സഹകരിക്കാനോ താല്പര്യമില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാം. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയാണ് ഓരോരുത്തർ കാണിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് അസോസിയേറ്റ് മെമ്പറായിട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞങ്ങളത് പറഞ്ഞിട്ടില്ല അവരോട്. ഞങ്ങൾ ഘടകകക്ഷിയാക്കണം എന്നുള്ള അവരുടെ ആവശ്യം ഞങ്ങൾ പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കണമല്ലോ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. നമ്മളുമായിട്ട് സഹകരിച്ച് പോകണ്ടേ. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഘടകകക്ഷികൾ പോലെ അല്ലല്ലോ, പുതിയതായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതിന് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല, അദ്ദേഹം കുറേ നാളുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യം UDF ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാതായപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കണം. അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സഹപ്രവർത്തകരെ പറഞ്ഞു ചെയ്യാമെന്ന് പല പ്രാവശ്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പല പ്രാവശ്യം അദ്ദേഹം പോയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ കണ്ടോൺമെൻറ് ഹൗസിൽ വന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. ഒറ്റയ്ക്കല്ല വന്നത്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ചേർന്നാണ് അദ്ദേഹം. അവരൊരുമിച്ചാണ് വന്ന് സംസാരിച്ചത്. ശ്രീ തിരുവഞ്ചൂരിനെ അറിയാം. ഞങ്ങളെതിരെ വരുന്നുള്ളവരോട്, ഞങ്ങളോട് വരാത്ത ആളോട്, ഞങ്ങളോട് അഭ്യർത്ഥിക്കാത്ത ഒരാളെ ഞങ്ങളെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് പിടിച്ചിട്ട് അസോസിയേറ്റ് മെമ്പറാക്കും. ഞങ്ങൾക്ക് വേറെ പണിയില്ല. അത് വിട്ടേക്കത്.